കേന്ദ്രത്തോട് വിനീത വിധേയരായി നിൽക്കുമെന്ന നിലപാടാണ് കേരളത്തിലെ പുതിയ സർക്കാരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കാസർഗോഡ് ആലന്തട്ടയിൽ നിർമ്മിച്ച ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെയും UDFന്റെയും കേന്ദ്ര സർക്കാർ RSS അനുകൂല നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നത്. കോൺഗ്രസ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഈരടികൾ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ തീരുമാനിച്ചതാണ്. ബാക്കി മതനിരപേക്ഷതയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ ആദ്യ ഈരടികൾ മാത്രം മതി എന്നതാണ് രാജ്യം പൊതുവെ അംഗീകരിച്ചത്. കോൺഗ്രസ് നേതൃത്വമുള്ള UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ദിവസം, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ദിവസം വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുക. ഇതാണ് തുടക്കം. അതൊരു വഴിപ്പെടലാണ്, ഒരു കീഴ്പ്പെടലാണ്, RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടലാണ്. ഗവർണറുമായി തർക്കത്തിനില്ലെന്നാണ് UDF സർക്കാർ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടക്കുമ്പോൾ എതിർക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല. UDF ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ഞങ്ങള് ഗവർണറുമായി തർക്കത്തിനില്ല. ഗവർണറുമായി വെറുതെ തർക്കിക്കണ്ട. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണ നടപടികൾ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ? അത് ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ? അത് നിർവഹിക്കാൻ തയ്യാറില്ല. ഇത് എവിടെയെത്തി? അതേ യൂണിവേഴ്സിറ്റി സെനറ്റിൽ 30 ആള്, 19 പേരെ നിരനിരയായി ഗവർണർ നോമിനേറ്റ് ചെയ്ത് കൊടുത്തു. ആര്? കറകളഞ്ഞ സംഘപരിവാറുകാർ. അപ്പോഴും മൗനം. ചവിട്ടുന്ന കാല് പിടിക്കുന്നു, നക്കുന്നു. ഇതാണോ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? ചോദ്യം ചെയ്യാൻ തയ്യാറാവണ്ടേ? അവിടെയാണ് വിധേയത്വം, പൂർണ്ണ വിധേയത്വം. CPIM ആലന്തട്ട സെൻട്രൽ ബ്രാഞ്ചിനും ജനശക്തി സാംസ്കാരിക വേദിക്കും വേണ്ടി നിർമ്മിച്ച ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരവും ഓപ്പൺ ഓഡിറ്റോറിയവും ആഹ്ലാദാരവങ്ങൾക്കിടയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ അധ്യക്ഷനായി. ചീമേനി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെയും കോൺഗ്രസ് അതിക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ് രക്ഷപ്പെട്ട M ബാലകൃഷ്ണനെയും മുതിർന്ന നേതാവ് P കരുണാകരൻ ആദരിച്ചു. ബ്രാഞ്ച് ഓഫീസ് MV ബാലകൃഷ്ണൻ മാസ്റ്ററും ജനശക്തി സാംസ്കാരിക വേദി ഓഫീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയും വെയിറ്റിംഗ് ഷെഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനും ഉദ്ഘാടനം ചെയ്തു. ചീമേനി രക്തസാക്ഷികളുടെ ഫോട്ടോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു ഇബ്രഹാം അനാച്ഛാദനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.